പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച പരസ്പര താരിഫ് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയുടെ കയറ്റുമതിക്ക് 26%, ചൈനയ്ക്ക് 104%മാണ് നികുതി നിരക്ക്. യുഎസിന്റെ പരസ്പര താരിഫ് 86 രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയെ ബാധിച്ചു. വൻതോതിൽ താരിഫ് ചുമത്തുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് യുഎസിന്റെ താരിഫ്. താരിഫുകൾ 10% അടിസ്ഥാന നിരക്കിൽ ആരംഭിക്കുന്നു. ഇത് വാരാന്ത്യത്തിൽ നടപ്പിലാക്കിയിരുന്നു. എന്നിരുന്നാലും പല രാജ്യങ്ങളും 11% മുതൽ 84% വരെ വളരെ ഉയർന്ന തീരുവകൾ നേരിടുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104% ഉയർത്തി. മുൻപ് ചുമത്തിയ 20%വും ഈ മാസം 2-ന് പ്രഖ്യാപിച്ച 34% ഉൾപ്പെടെ 54%മായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്ന ഇറക്കുമതി തീരുവ. ഇതിനൊപ്പം 50% കൂടി ചുമത്തിയാണ് ട്രംപ് ഭരണകൂടം വ്യാപാര യുദ്ധത്തിൽ ചൈനയെ അടിച്ചിരിക്കുന്നത്. ഇന്ത്യ കയറ്റുമതിയിൽ വലിയ ആഘാതമാണ് ട്രംപിന്റെ തീരുമാനമുണ്ടാക്കുന്നത്. സെമി കണ്ടക്ടറുകൾ, ചെമ്പ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ ചില പ്രധാന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും ഓട്ടോ പാർട്സ്, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ മറ്റ് പ്രധാന കയറ്റുമതി വിഭാഗങ്ങൾക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും മരുന്ന് ഇറക്കുമതിക്ക് യുഎസ് ഉടൻ തന്നെ വലിയ തീരുവകൾ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. യുഎസിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളുടെ പകുതിയോളം ഇന്ത്യയാണ് വിതരണം ചെയ്യുന്നത്. അതേസമയം ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളും താരിഫ് നടപ്പാക്കലിനോട് പ്രതികൂലമായി പ്രതികരിച്ചു. യുഎസ് സൂചികൾ തുടർച്ചയായ 4-ാം ദിവസവും നഷ്ടം രേഖപ്പെടുത്തി. ഏഷ്യൻ വിപണികളിലും ഇടിവ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളുമായി ട്രംപ്. നാടുകടത്തൽ ഉത്തരവിന് ശേഷവും രാജ്യം വിടാത്ത കുടിയേറ്റക്കാർക്ക് പ്രതിദിനം $998 പിഴ ചുമത്താൻ പദ്ധതി. കുടിയേറ്റക്കാർ അമേരിക്ക വിട്ടുപോകുന്നില്ലെങ്കിൽ ഒരു ദിവസം $998 വരെ പിഴ ചുമത്താനും പണം അടയ്ക്കാത്ത പക്ഷം അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നു. 2018-ൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആദ്യമായി നടപ്പാക്കിയ 1996-ലെ നിയമമനുസരിച്ചാണ് പിഴ ചുമത്തിയത്. 5 വർഷം വരെ മുൻകാല പ്രാബല്യത്തോടെ പിഴകൾ ഏർപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത്. ഇത് $1 ബില്യൺ കൂടുതൽ പിഴ ഈടാക്കാൻ കാരണമാകും. ജനുവരിയിൽ അധികാരമേറ്റ ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ കുടിയേറ്റ നിയന്ത്രണം ആരംഭിച്ചു. അന്തിമ നാടുകടത്തൽ ഉത്തരവുകൾ പാലിക്കാത്ത കുടിയേറ്റക്കാർക്കെതിരായ നിർദ്ദിഷ്ട സ്വത്ത് കണ്ടുകെട്ടൽ യുഎസ് പൗരന്മാരെയോ അവരുടെ വീടുകളിലെ സ്ഥിരതാമസക്കാരെയോ ബാധിച്ചേക്കാം. നിയമപരമായ പദവിയോ താൽക്കാലിക പരിരക്ഷയോ ഇല്ലാത്ത ഏകദേശം 10 ദശലക്ഷം കുടിയേറ്റക്കാർ യുഎസിൽ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരത്തിൽ വൻ കുതിപ്പ്. കഴിഞ്ഞ വർഷം നടന്നത് $5420 കോടി എണ്ണ ഇതര വ്യാപാരം. 2023-ൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $4540 കോടി ആയിരുന്നു. 2019-ലാകട്ടെ $3670 കോടി ആയിരുന്നു. UAEയുടെ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 2019 മുതൽ 2023 വരെയുള്ള 5 വർഷത്തിനിടെ എണ്ണ ഇതര വ്യാപാരം 23.7% വർദ്ധിച്ച് $19,000 കോടി ഉയർന്നു. ഇന്ത്യയുമായുള്ള UAEയുടെ സാമ്പത്തിക ബന്ധം അതിവേഗമാണ് വളർച്ച പ്രാപിക്കുന്നത്. 5 വർഷത്തിനിടെ ദുബായിലെ ഇന്ത്യൻ നിക്ഷേപം 1500 കോടി ദിർഹമായപ്പോൾ ഇന്ത്യയിലെ ദുബായിയുടെ നിക്ഷേപം 1720 കോടി ദിർഹമായി ഉയർന്നു. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് 16,623 ഇന്ത്യൻ കമ്പനികളാണ്. നിലവിൽ ദുബായ് ചേംബർ രജിസ്റ്റർ ചെയ്തത് 73,114 കമ്പനികളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിജയദിന പരേഡിലേക്ക് പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ച് റഷ്യ. ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ 80-ാം വാർഷികാഘോഷ പരേഡാണ് മെയ് 9-ന് നടക്കുന്നത്. റഷ്യയിലേക്ക് മോദിയെ ക്ഷണിച്ചതായി റഷ്യൻ വിദേശകാര്യ ഉപമന്ത്രി ആൻഡ്രി റുണ്ടൻകോ പറഞ്ഞു. 1945-ൽ നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് റഷ്യൻ വിജയദിനം. 1949 മെയ് 9-ന് വൈകുന്നേരം ജർമ്മൻ കീഴടങ്ങൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയനുകളിലെ 15 റിപ്പബ്ലിക്കുകളിൽ ആഘോഷത്തിന് തുടക്കമിട്ടു. ബെർലിനിൽ ഒപ്പുവെക്കൽ ചടങ്ങിന് ശേഷം മെയ് 9-ന് സോവിയറ്റ് സർക്കാർ വിജയം പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ വിജയദിന പരേഡിൽ പങ്കെടുക്കാൻ റഷ്യ നിരവധി സൗഹൃദ രാജ്യങ്ങളുടെ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദി 2024 ജൂലൈയിൽ റഷ്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യ സന്ദർശിക്കാനുള്ള മോദിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പുടിന്റെ സന്ദർശന തീയതികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനധികൃതമായി ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് ദുബായ് RTA. അനധികൃത ടാക്സികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നടപടി.
കഴിഞ്ഞ വർഷം നിയമം ലംഘിച്ച് സർവീസ് നടത്തിയ 225 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ദുബായ് എയർപോർട്ട് കേന്ദ്രീകരിച്ച അനധികൃത ടാക്സി സേവനം നടത്തിയ 90 വാഹനങ്ങൾ കണ്ടുകെട്ടി. ദുബായ് പോലീസ്, എയർപോർട്ട് സെക്യൂരിറ്റി ആൻഡ് എമിറേറ്റ്സ് പാർക്കിംഗ് എന്നിവയുടെ സഹകരണത്തോടെയാണ് നിയമലംഘകരെ പിടികൂടിയത്. നിയമം ലംഘിച്ച കമ്പനികൾക്ക് 50,000 ദിർഹവും വ്യക്തികൾക്ക് 30,000 ദിർഹവും പിഴ ചുമത്തി. എല്ലാ പബ്ലിക് ടാക്സികൾക്കും ചുവപ്പ്, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച് അല്ലെങ്കിൽ പിങ്ക് ഈ ഏതെങ്കിലും നിറമുള്ള മേൽക്കൂര ഉണ്ടായിരിക്കും. രണ്ടാമതായി ടാക്സിയിൽ RTA ലോഗോ ഉണ്ടായിരിക്കും. ടാക്സി ഡ്രൈവർക്ക് RTA യൂണിഫോം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ടാക്സി ഡ്രൈവർ ഇത് ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കൂടാതെ ദുബായ് ടാക്സികൾ നിരക്ക് മീറ്ററുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവ യാത്രക്കാരന് കാണുന്ന രീതിയിലായിരിക്കണം ഘടിപ്പിച്ചിരിക്കേണ്ടത്. ടാക്സി ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനായി RTA ദുബായ് ടാക്സി ഫ്ലീറ്റിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.